ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വിമല എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വിമല. യഥാർത്ഥ പേരല്ല. ഹസ്ബൻഡ് ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ്. പിന്നെ ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല. ഹസ്ബൻഡും കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന ടൈപ്പായിരുന്നു. 2 പെൺമക്കളുണ്ട്. അവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ഇളയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായി. എനിക്ക് പ്രായം 45 കഴിഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും വളരെ സ്ട്രിക്റ്റായ അധ്യാപകരായിരുന്നു. അവരുടെ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അവർ പറഞ്ഞ ആൾക്ക് ഞാൻ തല നീട്ടുകയും ചെയ്തു. അന്നത്തെ കാലത്ത് പ്രേമിക്കാനോ അല്ലെങ്കിൽ കറങ്ങി നടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അതൊക്കെ മനസ്സിൽ മുള പൊട്ടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കല്യാണം കഴിയുകയും ചെയ്തു. പിന്നെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതമായിരുന്നു. ഭർത്താവിന് അന്നേ ഉദ്യോഗമുണ്ട്. അദ്ദേഹം ഭയങ്കര ബിസിയാണ്. പല സ്ഥലങ്ങളിലും ട്രാൻസ്ഫറുണ്ട്. അതിനിടയ്ക്ക് കുട്ടികളുണ്ടായി. ഞാൻ തിരക്കായിരുന്നു. പിന്നെ ഭർത്താവ് സാധാരണ ഒരു മനുഷ്യൻ. അത്യാവശ്യം സ്നേഹമുണ്ട്. വൈകുന്നേരമാകുമ്പോഴേക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സ്നേഹം പങ്കിടും. അതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. ഭാര്യയും ഭർത്താവിനും ഇടയിലുള്ള ഒരു കർമ്മം, അത്രയേ ഉള്ളൂ. ആർക്കോ വേണ്ടി എന്തോ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹവും. ഞാനും ഭർത്താവല്ലേ എന്ന് വിചാരിച്ചു. രസങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാൻ പറ്റിയൊരു ജീവിതമായിരുന്നില്ല എൻ്റേത്. കുട്ടികളെ വളർത്തി, തിരക്ക്, അങ്ങനെ പോയി. 2 പേരുടെയും കല്യാണം കഴിയുന്നതുവരെ ഞങ്ങൾക്കിടയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എങ്കിലും 35 വയസ്സോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള മറ്റ് ബന്ധങ്ങളൊക്കെ ഇങ്ങ് നിന്നു. 2 പേരും ഒരു മുറിയിൽ ഉറങ്ങുന്നു എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണമൊക്കെയാണ്. 2 പേർക്കും കംപ്ലൈൻ്റ് ഇല്ല. എന്നോട് ഹസ്ബൻഡിനും കംപ്ലൈൻ്റ് ഇല്ല. ഹസ്ബൻഡിനെ പറ്റി എനിക്കും കംപ്ലൈൻ്റ് ഇല്ല. കുട്ടികളുടെ ഇടയിൽ ഞാൻ സംതൃപ്തയായിരുന്നു. പലപ്പോഴും ഈ TV സീരിയലുകളും അല്ലെങ്കിൽ ചില മാഗസിൻസൊക്കെ വായിക്കുമ്പോൾ, ഇൻ്റർനെറ്റ് ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ, എൻ്റെ ഭർത്താവും ഞാൻ തമ്മിൽ എന്താണ് ഇങ്ങനെ സ്നേഹമില്ലാത്തത്? പ്രായമായവർ തമ്മിലും നല്ല അടുപ്പമാണല്ലോ. ആ സമയത്ത് ഞാൻ ഓർക്കും, പിന്നീട് അങ്ങ് മറന്നു പോവുകയും ചെയ്യും. എന്തായാലും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കെന്തോ പ്രശ്നമുണ്ടായി. ഞാൻ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കഴിയുകയായിരുന്നു എന്നൊന്നുമില്ല. ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഒന്നും എനിക്കില്ലെങ്കിലും ഞാൻ സംതൃപ്തയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിനെക്കുറിച്ച് ഒരോർമ്മയും എനിക്കില്ലായിരുന്നു. മറ്റു പെണ്ണുങ്ങളൊക്കെ മാഡത്തിൻ്റെ മെയിലുകളിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവിനെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് എനിക്കെന്തോ പ്രശ്നമുണ്ടായിരുന്നു. എനിക്കങ്ങനെയില്ല. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. സന്തോഷം. രണ്ടും ഒരുപോലെ താങ്ങാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നു. മക്കളിൽ മൂത്ത മകളാണ് അതീവ സുന്ദരി. ഇളയവൾക്ക് അത്രയും സൗന്ദര്യമില്ല. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ മുഖമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ മുഖമാണ് എൻ്റെ മൂത്ത മോൾക്ക് കിട്ടിയിരിക്കുന്നത്. അവൾ അമിത സൗന്ദര്യമുള്ളവളായതുകൊണ്ട് ഭർത്താവിനും അവളോട് ഇത്തിരി ലാളന കൂടുതലായിരുന്നു. അതൊന്നും ഇളയവൾക്ക് ഇഷ്ടമല്ല. എങ്കിലും ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താണ് 2 പേരെയും ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ മൂത്തവൾ പ്രേമിച്ച് കല്യാണം കഴിച്ചല്ലോ. അവൾ അതീവ സുന്ദരനായ ഒരു പയ്യനാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ അവൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ അവളുടെ പ്രേമം ഇളയവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. അമ്മേ, ചേച്ചിക്ക് ഭയങ്കര സുന്ദരനായ സിനിമാറിനെ പോലൊരു ഭർത്താവിനെ കിട്ടി. എനിക്കങ്ങനെ കിട്ടില്ല. എന്നെ ഇതുവരെ ആരും പ്രേമിച്ചിട്ടില്ല എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, പ്രേമമല്ല കല്യാണം. ദേ നോക്ക്, അമ്മ ആരെയും പ്രേമിച്ചിട്ടില്ല. എന്നിട്ട് അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? അമ്മ സുന്ദരിയാണ്, പക്ഷേ ഞാൻ സുന്ദരിയല്ലല്ലോ എന്ന് പറയും. ഞാൻ പറയും, സൗന്ദര്യം ആപേക്ഷികമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. നന്നായി വിജയിക്കുക. നല്ല ജോലി നേടുക. അപ്പോൾ നിനക്ക് സുന്ദരം വരും. ജോലി നേടിക്കഴിഞ്ഞാൽ സുന്ദരം വരും അമ്മേ. ഞാൻ പറഞ്ഞിട്ട് ഈ പഠിക്ക്. നല്ല പൊസിഷനിലായി കഴിഞ്ഞാൽ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് 100 പേര് ഓടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് അവൾ നന്നായി പഠിച്ചു. മൂത്തവൾ എബോ ആവറേജ് മാത്രമാണ്. അവൾക്ക് ജോലിക്ക് പോകണമെന്നില്ല. കാര്യം അവൾ പ്രേമിക്കുന്ന ആൾക്ക് നല്ല ജോലിയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അവന് ജോലിക്ക് വിടാനും ഇഷ്ടമില്ല. പക്ഷേ ഇളയവൾ ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നതുകൊണ്ട് അവൾ പഠിച്ചു. ക്യാമ്പസ് സെലക്ഷനും കിട്ടി. 1.5 ലക്ഷം രൂപ സാലറിയിലാണ് ആദ്യമേ അവൾ ജോലിക്ക് കയറിയത്. അത് എനിക്ക് ഹസ്ബൻഡിനും അത്ഭുതമായിരുന്നു. നന്നായിട്ട് പഠിക്കെങ്കിലും ഇത്രയും നല്ലൊരു സാലറി അവൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അപ്പോഴേക്കും മൂത്തവളുടെ കല്യാണം കഴിഞ്ഞു. അവളും ഭർത്താവും കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഇളയവൾക്ക് എന്തായാലും അസൂയുണ്ടെന്ന് എനിക്കറിയാം. ഹസ്ബൻഡിന് അതിനെപ്പറ്റി അറിയില്ലെങ്കിലും ഇളയ മകളുടെ മനോവ്യാപാരത്തെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇവക്കും കല്യാണം ആലോചിക്കാമെന്ന്. ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 2 പേരെയും അടുപ്പിച്ചടുപ്പിച്ച് കല്യാണം കഴിച്ച് നമ്മുടെ തലവേദന ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞു. സ്ത്രീധനമോ മറ്റോ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് മാഡം. സമ്പാദ്യത്തിന് യാതൊരു കുറവുമില്ല. പക്ഷേ ഇളയ മകൾക്ക്
പുരുഷന്മാരെ അന്വേഷിക്കുക എന്ന് പറഞ്ഞത് ഇത്തിരി വലിയ കഠിനമായ ടാസ്ക്കാണെന്ന് എനിക്കറിയാം. കാര്യം സൗന്ദര്യമുള്ളവനാകണം. അവൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ പറ്റി. എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി ആലോചന കൊണ്ടുവന്നു. അവൾക്ക് ആരെ ഇഷ്ടമല്ല. എന്നാൽ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ആരും പ്രേമിക്കുന്നുമില്ലെന്നാണ് പറഞ്ഞത്. അവസാനം ഒത്തിരി ചെക്കന്മാർ കാണാൻ വന്നു. 45 or 50 വന്നു മാഡം. ഒരു ചെക്കൻ അവസാനം വന്നു. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മോഡലിനെ പോലെ ഇരിക്കുകയാണ്. കൊള്ളാം, സൂപ്പറാണ്. ചെക്കൻ എന്തായാലും എൻ്റെ മകളെ ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ പെണ്ണ് കണ്ടു കഴിഞ്ഞ് അവളുമായി സംസാരിച്ചു കഴിഞ്ഞ് അവർക്ക് സമ്മതമാണ്, ഒരു ഡിമാൻഡുമില്ല. അതിനിടയ്ക്ക് ഞാൻ അത്ഭുതപ്പെട്ടു. ഈ ചെക്കൻ സമ്മതിച്ചുവെന്ന്. മകൾക്കും സന്തോഷമായി. ഇതിനിടയ്ക്ക് ആ ചെക്കൻ എന്നോട് വന്ന്, ആൻറ്റി എന്തുണ്ട് വിശേഷം, ആൻറ്റി ജോലി വല്ലതും ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല മോനെ, ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല. ഹസ്ബൻഡ് കൂടി ഇങ്ങനെ ജീവിക്കായിരുന്നു. ജോലിക്കൊക്കെ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മകൾക്ക് ജോലി ഉണ്ടല്ലോ, അവളെ നീ പോകാൻ അനുവദിക്കില്ലേ എന്നൊക്കെ ചുമ്മാ തമാശയായിട്ട് ചോദിച്ചു. അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. രണ്ടുപേരും ജോലി ചെയ്ത് ജീവിക്കണം, അതാണ് എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാഡം, ആ ചെക്ക സംസാരിക്കുമ്പോഴോ ഇത്തിരി കുണുക്കമുള്ളതുപോലെ എനിക്ക് തോന്നി. ഒരു സ്ത്രൈണ സ്വഭാവം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ സുന്ദരനാണ്. അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. മൂത്ത മരുമകനേക്കാൾ സൗന്ദര്യം ഒരു പൊടി കൂടുതലുണ്ട്. പക്ഷേ എങ്കിലും അതൊരു സ്ത്രൈണ സൗന്ദര്യമല്ലേ, ആ സ്വഭാവമല്ലേ, കൈകളുടെ ചലനങ്ങൾക്ക് എന്തൊക്കെയോ ഒരിതില്ലേ എന്നെനിക്ക് തോന്നി. പക്ഷേ അന്നേരം എനിക്ക് പറയാൻ പറ്റില്ല. മോൾക്കും ഇഷ്ടപ്പെട്ടു. ആലോചന മുറുകയാണ്. അടുത്ത മാസം നിശ്ചയം, അതിനടുത്ത മാസം കല്യാണം എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ ആ നിശ്ചയത്തിൻ്റെയൊക്കെ സമയമായി കഴിഞ്ഞപ്പോഴേക്കും മോളോട് ചോദിച്ചു, എടി ഇതൊക്കെ പറഞ്ഞാലും ആ ചെക്കന് എന്തോ ഒരു പ്രശ്നമില്ലേ, ആണത്തും ഇത്തിരി കുറവല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളിനെ ദേഷ്യപ്പെട്ടു. നല്ലൊരു ചെക്കൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ പിന്തിരിപ്പിക്കുകയാണോ എന്ന്. ഞാൻ പറഞ്ഞല്ലടി, എനിക്കങ്ങ് തോന്നിയതാണെന്ന്. എന്താ കുറവ്? പുള്ളി ജിമ്മിലൊക്കെ ദിവസവും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, കാണാൻ സുന്ദരനാണ്, ഓക്കെയാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമില്ലേടി, ആക്ഷനൊക്കെ പോലെ കുറച്ച് സ്ത്രൈണതയില്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ മോള് അതൊന്നും സാരമില്ല, അങ്ങനെയാണ് ഇപ്പോഴത്തെ മോഡേൺ ആണുങ്ങൾ. ഞാൻ പറഞ്ഞു മോഡേൺ ആണുങ്ങൾ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? വേറെന്തെങ്കിലും രീതിയിലുള്ള ആളുകളല്ലേ അങ്ങനെ വരുന്നതെന്ന്. അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ചെറുപ്പത്തിൽ ചേട്ടൻ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചില ആക്ഷൻസ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, അപ്പം നിനക്ക് സംശയം ഉണ്ടായിരുന്നു, നീയും അതൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അതിനെന്താണ്, പുരുഷന്മാർക്ക് എന്തെങ്കിലും സ്വഭാവ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചിട്ട് അവരെയും സ്ത്രീകൾ കല്യാണം കഴിക്കണ്ടേ, അല്ലാതെ അയാൾ എന്തിനാണ് പെണ്ണ് കാണാൻ വന്നത്? പെണ്ണുങ്ങളുടെ താല്പര്യമുള്ള ആൾ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല, എന്നോട് നല്ല സ്നേഹമാണ്, എന്നെ ദ്രോഹിക്കില്ലെന്ന് ഉറപ്പുണ്ട്, പിന്നെ പറയുന്നതും കേൾക്കും, അതുപോരെ അമ്മേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കല്യാണം കഴിക്കുകയാണെങ്കിൽ പിന്നെ അതിലും വലിയ കാര്യം എന്താ ഉള്ളത്? നിനക്ക് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. പക്ഷേ അത് കഴിഞ്ഞ് ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് കണ്ടു ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂലും കെട്ടുകൊണ്ട് നിന്നെ തല്ലി ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഞാൻ വരില്ല, എനിക്ക് ചേട്ടനെ തന്നെയാണ് ഇഷ്ടം, ചേട്ടനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമായി. ഇനിയിപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും നടന്നോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഹസ്ബൻഡിനോടും ഞാൻ ഈ കാര്യം ഒരു ദിവസം സൂചിപ്പിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അത് സാരമില്ലടി, മോളുടെ ഇഷ്ടമല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർക്ക് എന്തെങ്കിലും ബലഹീനതകളൊക്കെ കാണും, അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. കാരണം അവന് നല്ല ജോലിയുണ്ട്, അവൻ സോഫ്റ്റ് മൈൻഡാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ മോൾക്ക് തലവേദനയൊന്നും സൃഷ്ടിക്കില്ല. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും നീ പറഞ്ഞതുപോലെ മാനേജ് ചെയ്തോളും എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. മൂത്ത മരുമകനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിന്. എന്നാലും ഇളയ മകനോടാണ് അടുപ്പം കൂടുതൽ. കാര്യം അവർ രണ്ടുപേരും കൂടെയാണ് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ. കല്യാണം കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അമ്മായിപ്പനും മരുമകനും കൂടി പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാനും വീട്ടിലെ കാര്യങ്ങൾക്കുമൊക്കെ പോകാൻ തുടങ്ങി. മൂത്ത മരുമകനോട് അത്ര അടുപ്പമില്ല. രണ്ടുപേർക്കും കുറച്ച് ബഹുമാനമുണ്ട് പരസ്പരം. ഇതങ്ങനെയല്ല, ഫ്രണ്ട്സിനെ പോലെയാണ്. പിന്നെ എൻ്റെ ഇളയ മരുമകനില്ലേ, അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുക. അമ്മായിച്ചനുമായിട്ട് നല്ല ബന്ധം, പക്ഷേ എന്നോട് പലപ്പോഴും എന്തെങ്കിലും സുഖമാണോ എന്ന് ചോദിക്കും. മിക്കവാറും എന്നെ ഫോണിലൊന്നും വിളിക്കാറില്ല. അവളോട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോളെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ അവൾ എൻ്റെ കവളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു, അമ്മ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, ഓൾ ആർ വർക്കിംഗ് കണ്ടീഷൻ അമ്മേ, അമ്മ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ എന്നെ കളിയാക്കി. അത് കേട്ടപ്പം ആ ഒരു സമസ്യയും അങ്ങ് തീർന്നു. കല്യാണം കഴിഞ്ഞ് 3-ാം മാസമായപ്പോഴേക്കും എൻ്റെ ഇളയ മകൾ ഗർഭിണിയായി. മൂത്തവൾക്ക് കല്യാണം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും ഒന്നുമില്ല. അവർ രണ്ടുപേരും അടിച്ചു പൊളിച്ച് വർഷങ്ങൾ കഴിയാൻ തീരുമാനിച്ചു.
അവർക്ക് ഇനിയും ഒത്തിരി കാലം പ്രേമിച്ച് നടക്കണമെന്നാണ് ആഗ്രഹം എനിക്ക് തോന്നുന്നു. എൻ്റെ മൂത്ത മകൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ്. അപ്പോൾ അവർ മിക്കവാറും ടൂറും ബിസിയൊക്കെയാണ്. ഇളയ മകളെ കല്യാണം കഴിച്ച വീട്ടിലും അവിടുത്തെ അമ്മയും അച്ഛനുമൊക്കെ അവളോട് ഭയങ്കര സ്നേഹമാണ്. കുഞ്ഞിനെ പോലെയാണ് കൊഞ്ചിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇത് ഇളയ മകനാണ്. മൂത്ത മകൻ കല്യാണം കഴിച്ച് അവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ വീട്ടിൽ നിൽക്കണം നിർബന്ധമൊന്നുമില്ല. എപ്പോഴും അവരോടൊന്ന് താമസിക്കുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ മകളും ഭർത്താവും എപ്പോഴും ഞങ്ങളോട് കാണും. എന്താവശ്യത്തിനും ഓടി വരും. അതും ഭർത്താവിനും എനിക്കും വലിയൊരു ആശ്വാസമായിരുന്നു. അവളെ ഗർഭിണിയായി കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇവിടെ കൊണ്ടു നിർത്തി. ഇനിയിപ്പോൾ അമ്മയോടെ കഴിയട്ടെ. അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇത്രയും പെട്ടെന്ന് ഗർഭിണിയായതിൽ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇളയ മകൾക്ക് ഒരു പ്രശ്നവുമില്ല. ജോലിക്കൊന്നും ഇനിയിപ്പോൾ പോകാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ. എനിക്കും സന്തോഷമായി. ഒരു കൊച്ചുമകളെ വരുന്നെന്ന് പറയുമ്പോഴേക്കും എന്ത് വലിയ കാര്യമാണ്. പിന്നെ ഹസ്ബൻഡ് സ്വഭാവം മാറി. കാരണം അദ്ദേഹം നേരത്തെ ഇത്തിരി അവാർഡ് പടം പോലായിരുന്നല്ലോ. ഇപ്പം പക്ഷേ ഭയങ്കര ഉത്സാഹമാണ്. എപ്പോഴും മരുമകനും മകളും വീട്ടിലുണ്ട്. മരുമകൻ്റെ കൂടെ കറങ്ങാൻ പോകും. പിന്നെ രണ്ടുപേരും കൂടെ മദ്യപിക്കും. അങ്ങനെ ഒന്നും പറയണ്ട, ആകെ ജോളി മൂടായി. ഭർത്താവിന് എന്നോടുള്ള സമീപനത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. എങ്കിലും എന്നോട് അതീവ സ്നേഹത്തോടുകൂടിയാണ് പിന്നീട് പെരുമാറാൻ തുടങ്ങിയത്. എന്ന് വെച്ച് മറ്റു കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിച്ചില്ല. എനിക്ക് വേണ്ടതാനും ഞാൻ ഒട്ട് ചോദിച്ചതുമില്ല. ഇതിനിടയ്ക്ക് മോൾക്ക് ഇത്തിരി പ്രശ്നം വന്നു. വയറിനെന്തോ അസ്വസ്ഥ പോലെ. ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം ഫുൾ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇതറിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, എടി ഭാര്യ ഭർത്താവും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചാണോ കിടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ ആണ്. എങ്കിൽ ആ സിസ്റ്റം വേണ്ട, അത് ശരിയാകില്ല. തട്ടോ മുട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാകും. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, അവനെ ഗസ്റ്റ് റൂമിൽ കിടത്ത്, എന്നിട്ട് നീ അവളോട് പോയി കിടക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എങ്ങനെയാണ് പറഞ്ഞതെന്ന്. അതൊന്നും സാരമില്ല, അവന് മനസ്സിലാകും. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയുമായിട്ടും അവന് നല്ല സൗഹൃദമുണ്ട്. ചേച്ചി വിളിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കാം അവൻ ഗസ്റ്റ് റൂമിൽ പോയി കിടക്കാൻ തുടങ്ങി. ഞാൻ അവളുടെ കൂടെയും. പിന്നെ അച്ഛൻ തനിയെ കിടന്നുള്ളൂ. അച്ഛനറിയാവില്ല, കാര്യങ്ങളൊന്നും കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണ് പിന്നെ റെസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. 3 മാസമൊക്കെ കഴിയാറായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം രാത്രി അവൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്കാണെങ്കിൽ ഇത്തിരി തണുത്ത വെള്ളം കുടിക്കണം. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ഫ്രിഡ്ജിൽ പോയി ഞാൻ തണുത്ത വെള്ളം എടുത്തു മാഡം. അപ്പോൾ അവളുടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവളത് മടമട കുടിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി തണുത്ത വെള്ളം രാത്രിയിൽ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ കുപ്പി പിടിച്ച് വാങ്ങി, മതി, ആവശ്യത്തിന് കുടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ആ ബോട്ടിൽ മുഴുവനും കുടിക്കണ്ട, എന്തെങ്കിലും പനിയോ മറ്റോ ഉണ്ടാകും. നീ ഇത്തിരി ചൂടുവെള്ളം കൂടെ കുടിക്കൂ എന്ന് പറഞ്ഞ് ചൂടുവെള്ളം പിന്നീട് കൊടുക്കുകയും ചെയ്തു. ഇവിടെ വെച്ചിരുന്നാൽ ഇവൾ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും രാത്രി പിന്നെ എടുത്ത് കുടിക്കും. വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവച്ചു. തണുത്ത വെള്ളം അധികം കുടിക്കുന്നതിന് അവളെ ശാസിക്കുകയും ചെയ്തു. കുപ്പി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തിരിഞ്ഞു വരുമ്പോൾ ശരിക്കും നല്ല വെളിച്ചമുണ്ട്. എൻ്റെ മരുമകൻ കിടക്കുന്ന റൂമിൽ. അത് ഗസ്റ്റ് റൂമാണ്. എനിക്ക് ഒരു സംശയം. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ചെന്നു. ഇവൻ ഈ പാതിരാത്രിക്ക് എന്തെടുക്കാണ്? വല്ല ഓൺലൈൻ വർക്കുമാണോ? പക്ഷേ അവൻ ഇങ്ങോട്ട് ലാപ്ടോപ്പൊന്നും കൊണ്ടുവരാറുമില്ല എന്ന് ഞാൻ മനസ്സിലോർത്തു. അപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു കഥൻ്റെ അടുത്തേക്ക് പോയി. അവനെക്കുറിച്ച് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഇനി വല്ല ചാറ്റോ വല്ലതോ ആയിരിക്കുമോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഇവനെന്തായാലും വേറെന്തോ പ്രവൃത്തി മണ്ഡലമുണ്ടെന്ന് എനിക്ക് പണ്ടേ സംശയമുണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അകത്തുനിന്ന് ചെറിയൊരു ശബ്ദം കേൾക്കുന്നത് പോലെ പല്ല് കൊള്ളുന്നു എന്ന്. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പല്ലെന്നോ കൊള്ളുന്നെന്നോ എന്തോ ഞാനൊന്ന് കേട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ശബ്ദം എൻ്റെ ഭർത്താവിൻ്റെതല്ലേ എന്നെനിക്ക് തോന്നി. ആകെ ഞാൻ കൺഫ്യൂഷനായി. അത് ഗസ്റ്റ് റൂമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു താക്കോൽ പഴുതുണ്ട്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെട്ടമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം, അതുറപ്പാണ്. എൻ്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട്, സംശയം എനിക്ക് നേരത്തെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ട കാഴ്ച അവിടെ എന്നെ അത്ഭുതപ്പെടുന്നായിരുന്നു. എൻ്റെ ഭർത്താവാണ് അവിടെ മുൻപിനായി നിൽക്കുന്നത്. മുമ്പേ എൻ്റെ ഭർത്താവ് പറഞ്ഞ വാചകം എൻ്റെ മനസ്സിലുണ്ടല്ലോ. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് കണ്ടു. മരുമകൻ അവിടെ എന്താണ്, ഏത് റോളാണെന്നും എനിക്ക് മനസ്സിലായി. മരുമകൻ്റെ കൊമ്പ് കുഴൽ മേളമാണ് അവിടെ എൻ്റെ ഭർത്താവ് ആസ്വദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ആ കാഴ്ച എൻ്റെ മനസ്സിൽ ഭയങ്കര ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എങ്കിലും മരുമകനെക്കുറിച്ച് എൻ്റെ സംശയം അവിടെ ക്ലിയർ ആവുകയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആ വെട്ടത്തിൽ ഞാൻ കണ്ടു എൻ്റെ ഭർത്താവിന് ഒരു പ്രശ്നവുമില്ല. മധുവിധ കാലത്ത് ഞാൻ അനുഭവിച്ചതെല്ലാം ഇപ്പോഴും കർമ്മപദത്തിൽ പ്രവൃത്തി മേഖലകളിൽ നല്ലതുപോലെയുണ്ട്. അതിനേക്കാൾ കൂടുതൽ മികച്ച ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തക്കവണ്ണം ഭർത്താവ് ഉന്നതനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം അത്രയ്ക്കും വേഗമാണ്. മരുമകൻ പണ്ടേ
പിൻവാതിലെല്ലാം പൊളിച്ചിട്ടിരിക്കുന്ന ടൈപ്പാണെന്ന് എനിക്ക് തോന്നി. അവനാണെങ്കിൽ ആര് ചെന്നാലും ഒരു പ്രശ്നവുമില്ല, എന്തും അവൻ സ്വീകരിക്കും. അത്രയൊരു ടൈപ്പാണ്. ഹൈവേ പോലെ നീണ്ട ഇടനാഴിയാണല്ലോ എന്നെനിക്ക് തോന്നിപ്പോയി. എങ്കിലും അവൻ മൂലം നാളാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമമായി. ഇത്രയ്ക്കും അവൻ ഒരു സ്ത്രീകളെ വെല്ലുന്ന ടൈപ്പാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഭർത്താവിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. ആക്ച്വലി ഒരു കുഴപ്പമില്ല. ഭർത്താക്കന്മാർ പലരും ഈ പറഞ്ഞതുപോലെ പല ഇൻട്രസ്റ്റുകളും ഉള്ളവരാണ്. അവർ ഒരു കാലഘട്ടം വരെ എല്ലാം അടക്കി നിർത്തും. അത് കഴിഞ്ഞ ശേഷം സെറ്റിലായി കഴിയുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ തേടി ഇറങ്ങുന്നുള്ളത് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. ഇവിടെ നടക്കുന്നതൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മകളുടെ ജീവിതത്തിൽ അവനെക്കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അതിന് പറ്റി വേറെ എന്തെങ്കിലും ചെറുപ്പക്കാരുണ്ടാകും, അല്ലെങ്കിൽ അവനെന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും, ബന്ധങ്ങളുണ്ടാകും എന്നാണ് വിചാരിച്ചത്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഭർത്താവ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും ആരോടും ഷെയർ ചെയ്യാതെ ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ഭർത്താവിനെ കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല. അയാളുടെ ഇഷ്ടത്തിന് പോകുന്നു. അതിനെ എതിരിട്ടിപ്പോൾ എൻ്റെ മോളുടെ ജീവിതം കൂടെ കുളമാകണോ എന്ന് ഞാൻ 2 ആഴ്ചയോളം ആലോചിച്ചു. കുടുംബജീവിതത്തെ കരുതി ഞാൻ ഇത് മറച്ചു വെക്കാം, ആരോടും ഒന്നും ചോദിക്കണ്ട, അഭിനയിക്കാം എന്നാണ് തീരുമാനിച്ചത്. പിന്നെയും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രശ്നം. ഞാൻ കണ്ട കാഴ്ചകൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് പിൻവാതിലുകളൊന്നും എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അത്തരം കാര്യങ്ങൾ ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അപ്പോൾ ഭർത്താവിന് ഇനി ഒരിക്കലും സ്നേഹത്തോട് കിട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല. എനിക്ക് വേണ്ട. അങ്ങനൊരു അവസ്ഥയായിരുന്നു. എങ്കിലും അങ്ങോട്ട് ചോദിച്ചെങ്കിലും എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കണം എന്ന് ഞാൻ തീരുമാനിച്ച് ഭർത്താവിനോട് ഒരു ദിവസം രാത്രിയിൽ ഞാനങ്ങ് ചോദിച്ചു. ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് ഇനി അതിനെ ഡിഫെൻസ് ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞ് ഞാൻ പച്ചയ്ക്ക് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എവിടുന്നാ എനിക്ക് ധൈര്യം കിട്ടിയെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് അദ്ദേഹത്തിന് പണ്ടൊന്നും ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. മരുമകൻ വന്നത് കഴിഞ്ഞതിൽ പിന്നെ മരുമകനാണ് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആക്കിയെടുത്തത്. അച്ഛൻ എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്ന് അവനങ്ങ് പ്രതീക്ഷിച്ചു. അവന് ശരിക്കും പറഞ്ഞാൽ ഭർത്താവിനെ ഇപ്പോൾ ഒരാളെ കൂടെ വേണം. അപ്പോൾ അച്ഛനായി കഴിഞ്ഞാൽ എപ്പോഴും കൂടെ ഉണ്ടല്ലോ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. അച്ഛൻ്റെ മോളെ നന്നായി നോക്കാൻ വേണ്ടിയിട്ട് അവനൊരു ബാക്ക് സപ്പോർട്ടായിട്ട് അച്ഛൻ നിൽക്കണം എന്ന് അവൻ പറഞ്ഞെന്നും എന്നൊക്കെ പറഞ്ഞാണ് ഭർത്താവ് ന്യായീകരിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ നല്ല താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഈ ഒരു കാര്യത്തിൽ യോജിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹസ്ബൻഡ് അപ്പോൾ അസ്വസ്ഥനായി. നീ എന്താ പറഞ്ഞത്? ആരോടെങ്കിലും പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യുമെന്നാണോ? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി നിർത്തി ഞാൻ ജീവിക്കുകയായിരുന്നു. നിങ്ങളാണെങ്കിൽ എന്നോട് യാതൊരു കൺസിഡറേഷനും കാണിച്ചില്ല. എന്നിട്ടും ഞാൻ ഒരു കംപ്ലൈൻറ്റ് പറയാതെ ജീവിച്ചു. ഇപ്പോൾ നിങ്ങൾ അർമാദിക്കുന്നു. അപ്പോൾ ഞാൻ ആരായെന്ന്? അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനിയിപ്പം ഞാൻ നിന്നോട് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള എന്തുമാകാം, പക്ഷേ വീട്ടിലോ നാട്ടിലോ ആരും അറിയരുത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഇളയ മരുമകൻ അവൻ ഒരു മിടുക്കനാണ്. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സൗന്ദര്യമുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് 2 വള്ളത്തിൽ കാല് വെക്കുന്ന ആളുകളെ വേണ്ടാന്ന്. ഹസ്ബൻഡ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലെന്ന്. അത് കഴിഞ്ഞതിൽ പിന്നെ ഹസ്ബൻഡ് മിക്കവാറും ദിവസങ്ങളിൽ എന്നോട് ചോദിക്കും, ദേ ഈ ആളിൻ്റെ സുഹൃത്താണ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ഒരു വള്ളത്തിൽ മാത്രം കാല് വെക്കുന്ന ആളാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. ഞാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഒരു വട്ടം കാണിച്ചപ്പോൾ 2 പുരുഷന്മാർ, അത് സൂപ്പർ ആൾക്കാർ. എൻ്റെ ഹസ്ബൻഡ് അത്രയും പ്രായമില്ല, ഒരു 40 വയസ്സ് കാണും. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, അവൻ്റെ ഭാര്യ മരിച്ചിട്ട് 7 വർഷമായി, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, മക്കളെയൊക്കെ അമ്മായിമ്മയാണ് നോക്കുന്നത്. അവൻ്റെ കല്യാണം കഴിക്കണമെന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നിനക്ക് ഒരു കമ്പനി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എനിക്കറിയില്ല, പ്ലീസ് പറ്റുമെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ ആകട്ടെ, എൻ്റെ കാര്യം ഇവിടെ സ്മൂത്തായിട്ട് നടന്നോളൂ എന്ന് എനിക്കറിയാമല്ലോ, നീ ഇനി എന്തായാലും എന്നോട് അടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി പുള്ളിയോട് സംസാരിക്കട്ടെ എന്ന്. അങ്ങനെ നമ്പർ കൈമാറി സംസാരിച്ചു. പിന്നെ പുള്ളിക്കാരൻ ഒരു ദിവസം ഉച്ചയൂണിന് വീട്ടിൽ വന്നു. കൊള്ളാം, സൂപ്പർ മനുഷ്യൻ. ഞാനെന്തിനാണ് മാഡം വെറുതെ നിൽക്കുന്നത്? അതുകൊണ്ട് ഞാനും അദ്ദേഹത്തോട് സൗഹൃദപരമായി സംസാരിച്ചു. അവസാനം ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലായി. ഹസ്ബൻഡ് തന്നെയാണ് അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത്. ഹസ്ബൻഡ് സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് തന്നെയാണ് എന്നെ പുതിയ മണവാട്ടിയായി അകത്തേക്ക് കാറെടുത്ത് വെക്കാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹമാണെങ്കിൽ
നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. തിന് തേടി വന്ന തത്തമ്മയായി അദ്ദേഹം മാറി. ഞാനാണെങ്കിൽ വേറെന്തൊക്കെയോ മോഹിച്ചു പോയതാണ്. എൻ്റെ മോഹങ്ങൾക്കെല്ലാം അവസാനം ഞാൻ കണ്ടെത്തിയത് അദ്ദേഹത്തെയാണ്. വർഷങ്ങളായി ഞാൻ ഒരു ഏദൻ തോട്ടം കണ്ടിട്ട് അന്ന് ഞാൻ ഏദൻ തോട്ടത്തിലേക്ക് അങ്ങ് പോകുകയായിരുന്നു. നടുക്കത്തെ കായ്കനികൾ ഭക്ഷിച്ച് ഞാനന്ന് വല്ലാതെ സംതൃപ്തിയായി. ഇനിയിപ്പോൾ ഇതിലും വലുത് ഒന്നും എനിക്ക് കിട്ടാനില്ല. എല്ലാം എനിക്ക് ശുഭകരമായി വന്നു എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് പുറത്തിരിക്കുമ്പോൾ തന്നെ 4-5 മണിക്കൂർ ഞാൻ സന്തോഷകരമായി സക്സസ് ആയി പ്രവർത്തന മണ്ഡലം വിപുലീകരിച്ച് ഇറങ്ങി വന്നു. ഹസ്ബൻഡിനും എന്തൊരാശ്വാസം, എനിക്കാണെങ്കിൽ ഡബിൾ ആശ്വാസം. അദ്ദേഹത്തിന് എന്നോട് അമിതമായ പ്രേമവും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഞാനും അങ്ങേരും തമ്മിൽ ശരിക്കും പ്രണയിതാക്കളെ പോലെയാണ്. ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷമാണ്. എൻ്റെ ഭർത്താവും മരുമകനും ഒക്കെ സുഖം തന്നെ. മോൾക്കും ഒരു പ്രശ്നവുമില്ല. എല്ലാ കാര്യങ്ങളും ആരും അറിയാതെ ഒരു കോണിൽ കൂടി സുഖകരമായിട്ട് പോകുന്നുണ്ട്. അപ്പം ചോദിക്കും, ഇപ്പം എന്താ പ്രശ്നമെന്ന്. പ്രശ്നമുണ്ട് മാഡം. ഞാൻ അടിക്കടി എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനെ കാണാൻ പോകുന്നുണ്ടല്ലോ. അതൊക്കെ എൻ്റെ ഭർത്താവ് എൻ്റെ ഇളയ മരുമകനോട് പറഞ്ഞെന്ന് തോന്നുന്നു. ഇളയ മരുമകൻ ചില ദിവസങ്ങളിൽ എൻ്റെ പുതിയ കാമുകൻ വീട്ടിൽ വരുമ്പോഴേക്കും അങ്ങേരോട് അവിടെ ഉണ്ടെങ്കിൽ അതീവ താല്പര്യത്തോടുകൂടി സംസാരിക്കുന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു അവൻ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തെന്ന്. എൻ്റെ ഭർത്താവ് എൻ്റെ മരുമകനോട് എല്ലാം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും മരുമകനും എൻ്റെ പുതിയ കാമുകനെ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് താല്പര്യമുണ്ടോ എന്നുള്ള മട്ടിൽ സംസാരിച്ചു എന്ന് എൻ്റെ കാമുകനോട് പറയുകയും ചെയ്തു. ഇതൊക്കെ കേട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് എന്തായാലും എൻ്റെ മരുമകനെ നിയന്ത്രിക്കില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നോക്കി. ഹസ്ബൻഡ് പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കില്ല. ജസ്റ്റ് ഇതൊക്കെ അറിഞ്ഞപ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റിൽ മരുമകൻ വിളിച്ചതാണെന്നാണ്. പക്ഷേ എൻ്റെ കാമുകൻ അവൻ വിളിച്ചു ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞ താല്പര്യമില്ലെന്ന് പറഞ്ഞ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ വളരെയധികം സംശയവും വിഷമമുണ്ട്. എൻ്റെ കാമുകനെയും എൻ്റെ മരുമകൻ തട്ടിയെടുക്കുമോയെന്ന് പറയാൻ പറ്റില്ല. ആണുങ്ങൾക്ക് വല്ലാത്ത സ്വഭാവമാണ്. അവർ ഏത് വള്ളത്തിലും കാല് വയ്ക്കും. മരുമകൻ എൻ്റെ കാമുകനെയും വശത്താക്കുമോയെന്ന് എനിക്ക് പേടിയാണ്. എങ്ങനെയാണ് മട ഇത് തടയുക? എന്ത് ഞാൻ ചെയ്യണം? അപ്പോൾ എനിക്ക് ഈ കഥ കേട്ട് കഴിയുമ്പോഴേക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, വളരെ എന്താ പറയുക, കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആകെ ഇതിനകത്ത് കുഴാമറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. കുഴ തെറ്റിക്കിടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഇതിലെനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. ഇതൊക്കെ മനുഷ്യർക്കിടയിൽ നടക്കുന്ന സ്വഭാവമാണ്. നമ്മളതിനെ ന്യായീകരിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത് നടക്കുന്ന ഇപ്പം 2 പേര് തമ്മിൽ സ്വതന്ത്രമായി നടക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫാമിലിയുള്ളവർ തരികിടകൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ ഏത് സ്വഭാവത്തിൻ്റെ പേരിൽ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നവുമില്ല. 2 പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പോയിക്കോളൂ. നിങ്ങൾക്ക് ഫാമിലി ഒന്നുമില്ല, നിങ്ങൾ സ്വതന്ത്രമാണെങ്കിൽ പോകൂ. അല്ലാത്തപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ചതികളാണ് നടക്കുന്നത്. ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? അടങ്ങി ഒതുങ്ങി ജീവിക്കാനാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ ചതികൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. അല്ലാതെ നോക്കുമ്പോൾ 2 ആണുങ്ങൾ തമ്മിൽ പ്രേമിച്ചാൽ എന്തോ, പെണ്ണുങ്ങൾ തമ്മിൽ പ്രേമിച്ചാൽ എന്തോ, ഒന്നുമില്ല. പക്ഷേ ഫാമിലിയും പാർട്ട്നേഴ്സും ഉള്ളവർ ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തെറ്റാണ്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ മരുമകനോട് സംസാരിക്കണം. കാരണം നിങ്ങളുടെ ഭർത്താവ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് വരികയുള്ളൂ. നിങ്ങൾ സംസാരിക്കുക, മോനെ ഇത് എൻ്റെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. നിനക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, നിനക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. എൻ്റെ ഭർത്താവ് തന്നെ അവിടെ നിനക്കുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് വന്ന് ഇവിടെ കായം കലക്കരുത്, ഈ കഞ്ഞിയിൽ പാറ്റയിടരുത് എന്ന് പറഞ്ഞ് അവനോട് തുറന്ന് സംസാരിക്കുക. അതുമാത്രമല്ല, എൻ്റെ മകൾ, അവളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കട്ട് ചെയ്യിപ്പിക്കണോ? മര്യാദയ്ക്ക് നിൻ്റെ സോണിൽ നീ അടങ്ങി നിൽക്കുക, ഇങ്ങോട്ട് കയറി വരരുത് എന്നുള്ള രീതിയിൽ തന്നെ സ്ട്രിക്റ്റായിട്ട് പറയുക. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ആര് എങ്ങനെ രഹസ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ആരെയും നമുക്ക് സ്വന്തമാക്കി പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ മരുമകനോട് പറയാം, നീ ഈ സോണിലേക്ക് വരേണ്ട കാര്യമില്ല, നിനക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടല്ലോ, നീ വേറെ എന്തെങ്കിലും നോക്കൂ. അമ്മയുടെ ഈ ഭാഗത്തേക്ക് നീ വേറെ രീതിയിലുള്ള തീരുമാനങ്ങൾക്കൊന്നും വരണ്ട, നിൻ്റെ കാര്യം നോക്കുള്ളൂ, മറ്റുള്ളവരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മോനും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോഴേക്കും അവൻ അടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്.